ഒരു ഡെന്റൽ ഡോക്ടർ ആവാതെ അല്ലെങ്കിൽ BDS 5 വർഷം പഠിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഡെന്റൽ ഫീൽഡിൽ ഒരു മികച്ച കരിയർ തിരഞ്ഞെടുക്കാം? എന്നാൽ അതിനൊരു അവസരമുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കോഴ്സിനെ കുറിച്ചിട്ടാണ്. ആ കോഴ്സ് മറ്റൊന്നുമല്ല, ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ്. ഇതൊരു 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്തെല്ലാമാണ്, എവിടെയെല്ലാം പഠിക്കാം, മാത്രമല്ല ഇതിൽ ഏതെല്ലാം വിഷയങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക, പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ എവിടൊക്കെയാണ്, ഇന്ത്യയിലെ സാലറി സ്കെയിൽ എത്രയാണ്, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ എത്രത്തോളം സാലറി ലഭിക്കാം എന്നതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എജു ക്ലയൻറ്റിൻ്റെ കോഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DHC അഥവാ ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിയസ്റ്റ് കോഴ്സ് ഒരു 2 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സാണ്. ഇത് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്കൊരു ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഒരു ഡെന്റൽ ഡോക്ടറുടെ കൂടെ പല്ല് സംരക്ഷണത്തിനും ക്ലീനിങ്ങിനും രോഗനിർണയത്തിനും സഹായിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. മാത്രമല്ല പേഷ്യൻസിന് അവരുടെ ഡെന്റൽ കെയറിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കുക എന്നതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടത്. ഈ കോഴ്സിന് അപേക്ഷിക്കാൻ നിങ്ങൾ +2 സയൻസ് പാസ്സായിരിക്കണം, അഥവാ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് പാസ്സായിരിക്കണം. ചില കോളേജുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. മാത്രമല്ല ചില യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് എക്സാമുകൾ സെപ്പറേറ്റ് ആയിട്ട് നടത്താറുണ്ട്. ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമുക്ക് നേരിട്ടും അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഈ കോഴ്സിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല്ലുകളുടെ ഘടനയും പ്രവർത്തനങ്ങളും, അതുപോലെ ഓറൽ പാത്തോളജി, ഡെന്റൽ റേഡിയോളജി, പെരിഡോണ്ടോളജി, കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി എന്നിവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കോഴ്സിനകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ്. മാത്രമല്ല ക്ലാസ്സുകളും പ്രാക്ടിക്കൽ സെഷൻസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഈ കോഴ്സിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല്ല് ക്ലീൻ ചെയ്യൽ, അതുപോലെ ഡെന്റൽ എക്സ്റേ എടുക്കൽ, പിന്നെ രോഗികൾക്ക് പല്ല് പരിപാലനത്തെക്കുറിച്ച് പഠിപ്പിക്കൽ, അതുപോലെ ഡെന്റൽ ഓപ്പറേഷൻസിൽ അസിസ്റ്റ് ചെയ്യൽ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ മേജർ സർജറീസൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഡെന്റൽ ഡോക്ടർ അസിസ്റ്റായിട്ട് സർജറികളിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ജോലി. പിന്നെ വരുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ആ സെക്ഷനിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മികച്ച തൊഴിലവസരങ്ങളാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെന്റൽ മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കുകളാണ് ഒന്നാമത്തത്. അതായത് കേരളത്തിൽ തന്നെ ഏകദേശം 4000-ഓളം ഡെന്റൽ ക്ലിനിക്കുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഗവൺമെൻറ് ആശുപത്രികൾ, അതുപോലെ ഡെന്റൽ കോളേജുകൾ, പിന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ. അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോബ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് അല്ലെങ്കിൽ ആളുകൾക്ക് പല്ല് സംരക്ഷണത്തെക്കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ചിലർ സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരു ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ ഒരു ഡെന്റൽ ഹൈജീനിസ്റ്റിൻ്റെ ശരാശരി സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ 15,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുക. ഇതിന് എക്സ്പീരിയൻസ് ആവുന്നതോടുകൂടി നിങ്ങൾക്കൊരു 70,000 റേഞ്ചിലൊക്കെ സാലറി ലഭിക്കും. മാത്രമല്ല വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടർക്ക് എത്രത്തോളം സാലറി ലഭിക്കുന്നു, ഏകദേശം അതേ റേഞ്ചിലുള്ള ഒരു സാലറി നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ലഭിക്കും. അതായത് ഏകദേശം 1 lakh to 2 lakh വരെ സാലറി ലഭിക്കും. ഇനി ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെന്റൽ കൗൺസിലിൻ്റെ ഒക്കെ അംഗീകാരം ആവശ്യമായി വരും. ഇനി വിദേശ രാജ്യങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ കൺട്രീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈസൻസിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ഈ കോഴ്സ് നമുക്ക് എവിടെയൊക്കെ പഠിക്കാം? ഇന്ത്യയിൽ നിങ്ങൾ ഈ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കോളേജുകൾ എങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ നിരവധി പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ഡെന്റൽ കോളേജുകളിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയിംസിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരുവിധം കോളേജുകളിലെല്ലാം അവൈലബിൾ ആണ്. നമുക്കിവിടെ കേരളത്തിലെ കോളേജസ് ഏതൊക്കെയാണ്, അതിൽ പ്രൈവറ്റ് കോളേജുകൾ ഏതൊക്കെയാണ്, ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.
കാരണം നമുക്ക് നിരവധി കോളേജുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലിസ്റ്റ് എല്ലാം കൂടെ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ ഏതെല്ലാം കോളേജുകളിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്, അത് ഏതൊക്കെ ലൊക്കേഷനാണ്, അവിടെ എങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാം. പ്രൈവറ്റ് കോളേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PSM ഡെൻ്റൽ കോളേജ്, അതുപോലെ മാർ ബസ്ലേസ് ഡെൻ്റൽ കോളേജ്, പിന്നെ വരുന്നത് PMS ഡെൻ്റൽ കോളേജ് തിരുവനന്തപുരം, അതുപോലെ എഡ്യൂകെയർ ഡെൻ്റൽ കോളേജ് മലപ്പുറം, പിന്നെ അന്നൂർ ഡെൻ്റൽ കോളേജ് എറണാകുളം, റോയൽ ഡെൻ്റൽ കോളേജ് പാലക്കാട്, പിന്നെ KMCT ഡെൻ്റൽ കോളേജ് കാലിക്കറ്റ്. ഇവിടെയൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പിൻ ചെയ്തിട്ട് വെക്കാം, ഏതൊക്കെ കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പിൻ ചെയ്തിട്ട് വെക്കാം. പിന്നെ ഇനി കോഴ്സിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ഈ പ്രൈവറ്റ് കോളേജുകളിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് ഇതിനകത്ത് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇനി ഇന്ത്യയിൽ അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ നല്ല മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നിരവധി കോഴ്സുകളെ കുറിച്ചിട്ട്, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല കരിയർ അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള കോഴ്സുകളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.